നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ്സസും എക്സ്ക്ലൂസീവ് ക്ലാസ്സസും എന്താണെന്ന് കണ്ടിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുക എന്നാണ്. ഞാനിവിടെ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഇൻക്ലൂസീവ് ക്ലാസ്സസ്. ഇൻക്ലൂസീവ് ക്ലാസ്സസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 10 to 19, 20 to 29, 30 to 39, 40 to 49 and 50 to 59. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുക? എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിവിടെ 19 അവസാനിക്കുന്നു, 20 തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗ്യാപ്പില്ലേ, ഇപ്പോൾ ഇവിടെ 19 അവസാനിച്ചു 20 തുടങ്ങി എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഗ്യാപ്പാണ് ഉള്ളത്. അപ്പോൾ ഈ 1ൻ്റെ ഹാഫ് 0.5 നമ്മൾ ചെയ്യാൻ പോകുന്നത് 0.5നെ എല്ലാ ലോവർ ലിമിറ്റുകളിൽ നിന്നും മൈനസ് ചെയ്യുന്നു. ആൻഡ് എല്ലാ അപ്പർ ലിമിറ്റിനോടും നമ്മൾ 0.5 ആഡ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ഒരു മാറ്റമാണ് നമ്മളിവിടെ വരുത്താൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ലോവർ ലിമിറ്റ് കണ്ടാൽ അവിടുന്ന് 0.5 മൈനസ് ചെയ്യുന്നു, അപ്പർ ലിമിറ്റ് വരുമ്പോൾ 0.5 ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ പറ്റുക നോക്കാം. അങ്ങനെ കിട്ടുന്ന ക്ലാസ്സിനെ ആ എക്സ്ക്ലൂസീവ് ക്ലാസ്സിന് നമ്മൾ ആക്ച്വൽ ക്ലാസ് എന്ന് പറയും. എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആക്ച്വൽ ക്ലാസ്. അപ്പോൾ നമ്മൾ നോക്കുന്നു 10 എന്ന് പറയുന്ന ക്ലാസ്, 10 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് അതൊന്ന് ഞാൻ 0.5 മൈനസ് ചെയ്തു. അപ്പോൾ 10 മൈനസ് 0.5 ഇപ്പോൾ എന്താ കിട്ടുന്നത്? 9.5. പിന്നെ അതിൻ്റെ അപ്പർ ലിമിറ്റ് നോക്കി 19, അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 19.5. അപ്പോൾ 10 to 19 എന്ന് പറഞ്ഞ ക്ലാസ് എങ്ങനെയായിട്ട് മാറി? 9.5 to 19.5. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വന്നു 20 to 29. 20 എന്ന് പറയുന്നത് അതിൻ്റെ ലോവർ ലിമിറ്റാണ്. അപ്പോൾ ലോവർ ലിമിറ്റ് വന്നാൽ എന്ത് ചെയ്യണം? 0.5 മൈനസ് ചെയ്യണം. അപ്പോൾ 20 മൈനസ് 0.5 വിച്ച് ഇസ് 19.5. ആൻഡ് 29 അത് അപ്പർ ലിമിറ്റാണ്. 29നോട് 0.5 ആഡ് ചെയ്തു, 29.5. എഗെയിൻ അടുത്ത ക്ലാസ്സിൽ വന്നു 30, 39. 30 ആണ് ലോവർ ലിമിറ്റ്, 0.5 മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വന്നു? 29.5 ടു 39. 39 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റാണ്. അപ്പോൾ 39നോട് 0.5 ആഡ് ചെയ്തു, 39.5. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? 40 എന്ന സ്ഥാനത്ത് 0.5 മൈനസ് ചെയ്തു, 39.5. 49 is the upper limit, 49.5. അടുത്ത ക്ലാസ് 50 to 59. 50ന്ന് 0.5 മൈനസ് ചെയ്തു, 49.5. 59 is the upper limit, 59.5. ഇപ്പോൾ നമ്മളെ ക്ലാസ്സുകൾ എങ്ങനെയായിട്ട് മാറി? ഈ ക്ലാസ്സുകൾ നോക്കൂ, അവിടെ 19.5 അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് എവിടെ തുടങ്ങുന്നു? 19.5 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ക്ലാസ്സുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളായിട്ട് മാറിയില്ലേ? അല്ലെങ്കിൽ ദേ ആർ ഓൾസോ കോൾഡ് ആക്ച്വൽ ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ ആക്ച്വൽ ക്ലാസ്സുകളായിട്ട് മാറി. ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നുമില്ല അല്ലേ? ഫ്രീക്വൻസി 15, 20, 7, 8 and 10. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ്സസ് വന്നാൽ നമ്മൾ അവരെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആക്ച്വൽ ക്ലാസ്സസ്. നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ആക്ച്വൽ ക്ലാസ് ആക്കാനാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. എന്നാൽ ചില പ്രോബ്ലത്തിലൊക്കെ ഇപ്പോൾ ക്ലാസ് മാർക്ക് കാണേണ്ടി വരുന്ന പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ എക്സ്ക്ലൂസീവ് ആയാലും എക്സ്ക്ലൂസീവിൻ്റെ ക്ലാസ് മാർക്ക് കണ്ടാലും ഇൻക്ലൂസീവിൻ്റെ ക്ലാസ് മാർക്ക് കണ്ടാലും സെയിം ആണ്. അല്ലാത്ത എല്ലാ പ്രോബ്ലങ്ങളും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുകയോ ഇൻക്ലൂസീവ് ക്ലാസ് വന്നാൽ അവരെ നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് അല്ലെങ്കിൽ ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റും. അപ്പോൾ ഈ ആക്ച്വൽ ക്ലാസ്സുകളുടെ ക്ലാസ് ലിമിറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ 9.5 to 19.5 അതൊക്കെ ക്ലാസ് ലിമിറ്റ്സ് ആണ്. അവിടെ അവർ നമ്മൾ പറയുന്ന പേര് ക്ലാസ് ബൗണ്ടറീസ് എന്നാണ്. ദേ ആർ ഓൾസോ കോൾഡ് ക്ലാസ് ബൗണ്ടറീസ്. അതായത് ദേ ആർ ക്ലാസ് ലിമിറ്റ്സ് ഓഫ് ആക്ച്വൽ ക്ലാസ്സസ്. ഇത് നമ്മൾ ക്ലാസ് ബൗണ്ടറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻക്ലൂസീവിന്ന് എക്സ്ക്ലൂസീവിലേക്ക് മാറ്റാനുള്ള വഴി. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതായത് നമ്മൾ സാധാരണ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടു, ഒബ്സർവേഷൻസും ഫ്രീക്വൻസിയും, എക്സ് വാല്യൂസ്, ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഒബ്സർവേഷൻസ്, ഫ്രീക്വൻസീസ് ഇപ്പോൾ 10, 12, 15, അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ 3, 4, 5. ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് സീരീസ്. അതുമാതിരി വേറൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നില്ലേ. ക്ലാസ്സസും ഫ്രീക്വൻസി ഉള്ളത് 10 to 20, 20 to 30, 30 to 40 ഈ പാറ്റേണിലുള്ള ക്ലാസ്സസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസുമുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കണ്ടു.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടാണ്, സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രീക്വൻസികളെ നമ്മൾ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൺ ഈസ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുണ്ട്, അതുമാതിരി മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ രണ്ട് തരത്തിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. അവിടെ എന്താണ് അതിൻ്റെ എങ്ങനെയാണ് ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് ഏതാണ്? ഇവിടെ ഞാൻ എഴുതുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പം നമ്മൾ ഈ ഓരോ ക്ലാസ്സുകളുടെയും അപ്പർ ലിമിറ്റാണ് ആദ്യം എടുത്ത് എഴുതാൻ പോകുന്നത്. എന്താ എഴുതാൻ പോകുന്നത്? അപ്പർ ലിമിറ്റ്സ് ഓഫ് ദി ക്ലാസ്സസും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഞാൻ LCF എന്ന് എഴുതുന്നു, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം ഓരോ ക്ലാസ്സിൻ്റെയും അപ്പർ ലിമിറ്റ് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? 20, അടുത്തതിൻ്റെ എത്രയാണ്? 30, അടുത്തതിൻ്റെ 40, ലാസ്റ്റിൻ്റെ 50. എല്ലാത്തിൻ്റെയും അപ്പർ ലിമിറ്റുകളാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയത്. അതിന് നേരെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി എന്താണ്? അതിന് മുകളിൽ ആരും ഇല്ല ആഡ് ചെയ്യാൻ, അപ്പോൾ 5. അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 7 അല്ല, അപ്പോൾ 7 അതിന് തൊട്ട് മുകളിൽ ആളായിട്ട് ആഡ് ചെയ്യണം. 5 + 7 ആണ് വരുന്നത്. അപ്പോൾ ഏതാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത്? 12 ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തത് 5, അതിന് മുകളിൽ ആഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അടുത്തത് 5 + 7, അടുത്തത് എന്താ? 5 + 7 + 2. 5 + 7 നമുക്കറിയാം 12 + 2 which is equal to 14. ഇനി അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തായിരിക്കും? 14 + 8, 14 + 8 which is equal to 22. ഇങ്ങനെയാണ് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. എന്താ ചെയ്തത്? നമ്മൾ സ്റ്റെപ്പായിട്ട് ഓരോ ഫ്രീക്വൻസിനെ ആഡ് ചെയ്ത് പോയി. ആദ്യം 5, പിന്നെ 5 + 7 which is 12, പിന്നെ 12 + 2 which is 14, then 14 + 8 22. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഇവർ ആക്ച്വലി എന്താ പറഞ്ഞു തരുന്നത്? അതായത് ഈ അപ്പർ ലിമിറ്റ് 20 ഉണ്ടല്ലോ, അതിനെക്കാട്ടും ലെസ് ദാൻ ആയിട്ട് എത്ര ഒബ്സർവേഷൻസ് ആണ് ഉള്ളത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെ ഡാറ്റയിൽ 10ൻ്റെയും 20ൻ്റെയും ഇടയിൽ 5 പേരാണ്. 10 എന്നായിരിക്കും തുടങ്ങുന്നുണ്ടാവും നമ്മുടെ ഡാറ്റ അല്ലേ. അപ്പോൾ 10ൻ്റെയും 20ൻ്റെയും ഇടയിൽ 5 വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 20നെക്കാട്ടും കുറഞ്ഞിട്ട് 5 വാല്യൂസ് ഉണ്ട് എന്നർത്ഥം. അതുമാതിരി 30നെക്കാട്ടും കുറവായിട്ട് നമുക്ക് എത്ര വാല്യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്? 12 വാല്യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? 20ൻ്റെയും 30ൻ്റെയും ഇടയിൽ എത്ര പേരുണ്ട്? 7 ആളുകളുണ്ട് അല്ലേ. 20നെക്കാട്ടും കുറവായിട്ട് എത്ര പേരുണ്ട്? 5 ഉണ്ട്. അതായത് 30നെക്കാട്ടും കുറവായിട്ട് അപ്പോൾ ആകെ എത്രയുണ്ടാവും? 5 + 7 which is 12. അങ്ങനെയുള്ള കാര്യമാണ് ആക്ച്വലി ആര് പറഞ്ഞു തരുന്നത്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ അപ്പർ ലിമിറ്റിനെക്കാട്ടും കുറവായിട്ട് എത്ര വാല്യൂസ് ഉണ്ട് എന്നാണ് ആക്ച്വലി അയാൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ കാണാനുള്ള മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഓരോരുത്തരായിട്ട് ആഡ് ചെയ്ത് വരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ അതേ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദി ക്ലാസ്സസ് ആണ്. ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ്സ് എഴുതും. ഇവിടെ ഞാൻ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതും. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടി ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഓരോ ക്ലാസ്സുകളുടെയും ലോവർ ലിമിറ്റ്സ് ഏതൊക്കെയാണ്? 10, 20, 30 and 40. 10, 20, 30
ആൻഡ് 40. ഇവിടെ എങ്ങനെയാണ് അക്യുമുലേറ്റ് ചെയ്യുക? നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് ആഡ് ചെയ്ത് വന്നതെങ്കിൽ ഇവിടെ നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്കാണ് ക്യുമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആരെ എഴുതാൻ പോകുന്നത്? ഏറ്റവും താഴെയുള്ള ഒബ്സർവേഷനെയാണ്, ഫ്രീക്വൻസിനെയാണ് എഴുതാൻ പോകുന്നത്, വിച്ച് ഇസ് 8. അടുത്തത് 8 + 2, അതിൻ്റെ തൊട്ട് മുകളിൽ ആഡ് ചെയ്ത് 8 + 2 വിച്ച് ഇസ് 10. അടുത്തത് എന്തായിരിക്കും? അപ്പോൾ 10 + 7 വിച്ച് ഇസ് ഈക്വൽ ടു 17. അടുത്തത് 17 + 5 വിച്ച് ഇസ് ഈക്വൽ ടു 22. അപ്പം ഇവിടെ ഓരോരുത്തരെയായിട്ട് ആഡ് ചെയ്ത് പോകുന്നത് എവിടെ നിന്നാണ്? നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 8, 10, 17, 22. ഇതാണ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഇയാൾ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ ലോവർ ലിമിറ്റ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓരോ ലോവർ ലിമിറ്റിനെക്കാട്ടും കൂടുതലായിട്ട് ഗ്രേറ്റർ ദാൻ 10 ആയിട്ട് എത്ര ഒബ്സർവേഷൻസ് നമ്മളെ ഡാറ്റയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 10, 10നെക്കാട്ടും കൂടുതലായിട്ട് 22 ഒബ്സർവേഷൻസ് ഉണ്ട്. ഇവിടെ 10 നിന്നാണ് ഡാറ്റ തുടങ്ങുന്നത് അല്ലേ? അങ്ങനെ ആകെ 22 ഒബ്സർവേഷൻ. അപ്പോൾ ഈ ഡാറ്റയിലുള്ള എല്ലാ വാല്യൂസും 10നെക്കാട്ടും കൂടുതലാണ്. 22 ഒബ്സർവേഷനുകളും 10നെക്കാട്ടും കൂടുതലാണ്. അടുത്തതായിട്ട് ഞാൻ നോക്കിയത് 20നെക്കാട്ടും കൂടുതലായിട്ട് എത്ര ആളുകളുണ്ട്. അപ്പോൾ 20നെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒബ്സർവേഷൻസാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതിയത്. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? പിന്നെ ഇത് ആകെയുള്ള ഒബ്സർവേഷൻസിൽ നിന്ന് 5 ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്? മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത്. ഗ്രേറ്റർ ദാൻ 30, ഗ്രേറ്റർ ദാൻ 40 എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കിട്ടും.